ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ മറ്റൊരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ എന്ന പാഠഭാഗത്തിലെ ഹലോ ഗെയ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നൊക്കെ നോക്കാം. അതുപോലെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും മാത്സ്, ഇംഗ്ലീഷ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ചെറിയ കുഞ്ഞു പാഠഭാഗത്തിൽ പറയുന്നത് എന്ന്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ, നിങ്ങളൊക്കെ കാഴ്ചകൾ കാണാൻ പോകാറില്ലേ? ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് ടൂറൊക്കെ പോകാറുണ്ട് അല്ലേ എല്ലാ കൂട്ടുകാരും? വീടിനകത്ത് ഒതുങ്ങിയിരുന്നാൽ എന്താ അറിയാനാണ്? ശരിയാണ്, വീട്ടിനകത്തിരുന്നാൽ എന്താ അറിയുക? ടി വിയിലൂടെ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ ഫോണിലൂടെ അറിയാൻ പറ്റും, അല്ലാതെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. വീടറിയാനും നാടറിയാനും പുറത്തിറങ്ങണം. വരൂ, നമുക്കൊരു യാത്ര പോകാം. അപ്പോൾ നമ്മൾ പ്രകൃതിയിലെ അറിയാനും അതുപോലെ നാട്ടിലെ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങണം. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നതാണ് ഇവിടെ കാണുന്നത്. ഹലോ ഗെയ്സ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണല്ലേ ഗെയ്സ് എന്നുള്ള വാക്ക്. അപ്പോൾ ഹലോ ഗെയ്സ്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? എവിടെയാണ്? ഇതാണ് കേരള കലാമണ്ഡലം. ഓക്കെ, കേരള കലാമണ്ഡലത്തിലാണ് നിൽക്കുന്നത്. വരൂ, എൻ്റെ കൂടെ നോക്കൂ. ഇതാണ് മഹാകവി വള്ളത്തോളിൻ്റെ പ്രതിമ. അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മഹാകവി വള്ളത്തോളിനെ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാണ് മഹാകവി വള്ളത്തോൾ. തൊട്ട് വടക്കു വശത്തായി ഉയർന്ന കൊടിമരം കാണാം. അവിടെയാണ് കൂത്തമ്പലം. അതാ ദൂരെ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ശബ്ദം കേൾക്കുന്നു. അതെ, അവിടെ കഥകളി പഠിപ്പിക്കുന്ന കളരികളാണ്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. കളരികൾക്കപ്പുറം ഇനിയുമുണ്ട് ധാരാളം കാണാൻ. ഓരോന്നായി നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ആ ഒരു യാത്രയാണ് അല്ലേ. അങ്ങോട്ട് പോകുന്ന ഇത് വള്ളത്തോളിൻ്റെ പ്രതിമയാണ്. അവിടെ കൂത്തമ്പലമുണ്ട്. ഇവിടെ എന്താണ് ചെണ്ട മദ്ദളത്തിൻ്റെയും ശബ്ദം കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിവരിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇനി നോക്കൂ, നാം കാണുന്ന കാഴ്ചകളെ മറ്റുള്ളവർക്ക് കൂടി കണ്ടറിയത്തക്ക വിധം അവതരിപ്പിക്കുന്ന ഹോം ടൂർ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? യൂട്യൂബിലൊക്കെ വളരെ സജീവമായിട്ടുള്ളൊരു വീഡിയോ ആണ് അല്ലേ ഹോം ടൂർ. ഒരുപാട് ഹോം ടൂറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയതാണിത്. ഇതെന്താണ്? ഒരു ഹോം ടൂർ തന്നെയാണല്ലേ. നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ ഒരു ഹോം ടൂറാണ്. മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളും ഒരു ഹോം ടൂർ വീഡിയോ നിർമ്മിക്കും. വീട്ടിൽ വെച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ വെച്ച് വീഡിയോ തയ്യാറാക്കാൻ ടീച്ചർ നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഇങ്ങനെ വിവരണങ്ങളൊക്കെ പറഞ്ഞു, ഇവിടെ അതാണ്, ഇവിടെ ബെഡ്റൂമാണ്, ഇവിടെ ലിവിങ് ഹാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഹോം ടൂർ കൂട്ടുകാർ തയ്യാറാക്കി നോക്കും. അപ്പോൾ ഇതൊരു കുഞ്ഞു പാഠഭാഗമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഭൂമിയിലെത്തിയ വിരുന്നുകാർ എന്ന പാഠഭാഗമാണ് നോക്കേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.